വളരെ എളുപ്പത്തിലും വേഗത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ നമുക്കിന്ന്. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുന്നതിനായി 2 കപ്പ് പൈനാപ്പിൾ ചെറുതായി അരിഞ്ഞ് ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് വേവിക്കാൻ വെക്കാം. ഇത് നന്നായി തിളച്ചു വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചട്ടി അടച്ചു വെച്ച് വേവിക്കുക. വെന്തുവന്ന പൈനാപ്പിൾ നന്നായി തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ചെറുതായി അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ കടുക്, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, അല്പം നല്ല ജീരകം എന്നിവ ചേർത്ത് അരച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് മിക്സിയിൽ അടിച്ചെടുത്ത പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. ഇത് ചെറുതായി തിളച്ചു വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. തൈര് നന്നായി ബീറ്റ് ചെയ്ത ശേഷം അതിലെ കട്ടകളെല്ലാം മാറി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിന്റെ പച്ചമണം മാറിയതിനു ശേഷം വേണം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാൻ. കൈവിടാതെ ഇളക്കി കൊടുക്കുക. പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ ഇപ്പോൾ ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിനായി 1/2 ടീസ്പൂൺ കടുക്, 3 ചെറിയ ഉള്ളി, 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചടിയിലേക്ക് ഒഴിക്കുക. സ്വാദിഷ്ടമായ ബീറ്റ്റൂട്ട് പച്ചടി തയ്യാറാക്കിയിരിക്കുന്നു. ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ റിൻസി, സൈനിങ് ഓഫ്.